ഫൈനാൻഷ്യൽ ഇയർ 25-26 ന്യൂ ടാക്സ് റെജീമാണോ ഓൾഡ് ടാക്സ് റെജീമാണോ ബെനിഫിഷ്യലായി വരുന്നത് നമുക്ക് നോക്കാം. അപ് ടു 12 lakh rupees വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് ന്യൂ ടാക്സ് റെജീമാണ് ബെനിഫിഷ്യലായിട്ട് വരുന്നത്. ഓൾഡ് ടാക്സ് റെജീം പ്രകാരമാണെങ്കിൽ അപ് ടു 12 lakh rupees വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് 1,63,800 rupees വരെ ടാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. 13 lakh rupees വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് ന്യൂ ടാക്സ് റെജീം പ്രകാരം 25,000 rupees ആണ് ടാക്സ് എങ്കിൽ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യാതെ 1,95,000 rupees വരെ ടാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. 13 lakh rupees വരെ ഗ്രോസ് സാലറി ഉള്ള ഒരു ഇൻഡിവിജ്വലിന് ഓൾഡ് ടാക്സ് റെജീം ന്യൂ ടാക്സ് റെജീമിനേക്കാളും ബെനിഫിഷ്യൽ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം 6,92,308 rupees ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കണം. ഗ്രോസ് സാലറി 25 lakh rupees വരെ വരുന്ന കേസസുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഗ്രോസ് സാലറി 25 lakh rupees മുകളിലുള്ള ഒരു വ്യക്തിക്ക് മിനിമം 8 lakh rupees എങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓൾഡ് ടാക്സ് റെജീം ന്യൂ ടാക്സ് റെജീമിനേക്കാളും ബെനിഫിഷ്യലായി വരികയുള്ളൂ.